ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു പ്ലാന്റാണ്. ആഫ്രിക്കൻ വയലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വയലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെടിയുടെ പേര് മാത്രം കേട്ടോ. പല കളറിൽ പൂവുണ്ടാകാറുണ്ട്. വയലറ്റ്, റോസ്, അതുപോലെ തന്നെ പിങ്ക്, അങ്ങനെ പല കളറിൽ ഈ ഒരു പ്ലാന്റിൽ പൂവുണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ട് ഇഷ്ടപ്പെട്ടൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം മേടിച്ചതിന് ശേഷം നമ്മളിത് 2 പോട്ടിലേക്കാക്കിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുട്ട് വിരിഞ്ഞിട്ട് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവർക്കും പേടിയാണ് ആഫ്രിക്കൻ വയലറ്റ് പെട്ടെന്ന് പിടിച്ചു കിട്ടുമോ, നശിച്ചു പോകുമോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ മേടിച്ചപ്പോഴും ഇതേ ഒരു സംശയത്തിലായിരുന്നു. പക്ഷേ നമ്മൾ മേടിച്ചിട്ട് അതൊരു റീപോർട്ട് ചെയ്ത് 2 പോട്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നിലനിർത്താൻ ഞാൻ ചെയ്ത 2-3 ടിപ്സ് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം സൺലൈറ്റാണ്. ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഇത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ബാൽക്കണി സൈഡിലാണ് ഇത് സ്പോട്ട് ചെയ്തത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ വാട്ടറിങ് ആണ്. വെള്ളം എന്ന് പറയുമ്പം നമ്മൾ ആഴ്ചയിലൊരു പ്രാവശ്യമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓവറായിട്ട് വെള്ളമുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് കേടായി പോകും. നമ്മൾ പോട്ട് നോക്കി മണ്ണ് ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് വളരെ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. മണ്ണ്, മണൽ, വേണമെങ്കിൽ കൊക്കോപ്പീറ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ജൈവവളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പോട്ട് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ വേരുകളൊക്കെ ഒരുപാട് ആഴ്ന്ന് ഇറങ്ങാത്തൊരു വേരാണ്. അതുകൊണ്ട് ചെറിയ പോട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ലീഫ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ തൈകൾ അടർത്തി മാറ്റിയിട്ടും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെടുത്ത് ഈ ഒരു ചെടി 3-4 മാസമായി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ 2 പോട്ടായിട്ടുണ്ട്. പതിയെ നമ്മൾ പോട്ട് കൂട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.